എങ്ങനത്തേടാ വാങ്ങുന്നത്? ചേട്ടാ ഫ്രൂട്ടിൻ്റെ എന്തെങ്കിലും വാങ്ങുന്ന അല്ലെങ്കിൽ ഫ്ലവറോ നമ്മളെ മായേച്ചിക്കൊരു ഫ്ലവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടി ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? നമ്മളെല്ലാവരും കൂടി അവരെ വീട്ടിലേക്ക് പോകുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നാ വേണ്ടതെന്നിങ്ങനെ. ഇത് നമ്മളെ നടുവിൽ ടൗണിലുള്ള ഒരു നഴ്സറിയാണ്. പോടാ വേണ്ട പൊട്ടനവൻ. ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനം അതോട് വിളിച്ചിട്ട് എന്നാ വേണ്ട ചോദിക്കല. പക്ഷേ ഇല്ല, അത് ചോദിക്കും. ഓരോ വീട്ടിലെല്ലാം ഉണ്ടാവും, എന്നാലും സാരല്ല. നമുക്ക് ഈ സാധനം നല്ല രസമില്ലേ? എത്രയാമോ ഇതിന്? നല്ല ഉണ്ടാവും അല്ലേ? നല്ല രസമുണ്ട്. ബോൺസായി. ബോൺസായി ടൈപ്പ്. ഇത് ഡാലിയ അല്ലേ? നല്ല ഡാലിയ ഫ്ലവർ ഉണ്ട്. ചൈന ഇത് നല്ല ഡ്രസ് ഉണ്ടാവും പോലുവാണേ. അതെ, ഫിക്സ് ചെയ്തു. ചൈന ഡോൾ. ഇതെന്താ ഒരു കാട് കുലുങ്ങി വരുന്ന അതോടെ അവര് വെച്ചരാന്ന്. ഇത് നമ്മളെ മായേച്ചിന്റെ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. മായേച്ചി അതെ, ബിജുവായിട്ടൻ കാണുന്നൊന്നുമില്ല. വീട്ടിൽ ഒന്നാമത് ചെടിയായോണ്ട് പുതിയതൊന്നും കൊണ്ടുവച്ചപ്പോ മനസ്സിലായിട്ടും കൂടി ഇല്ല. അപ്പൊ ഇതാണ് നമ്മൾ മായേച്ചിന്റെ വീട്ടിലേക്ക് വരുന്നത്. വണ്ടി നടക്കാൻ പറ്റാത്തതുകൊണ്ട് താഴെ വന്നിട്ട് എടുക്കുന്നത്. ഇത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കടലാസ് പൂ, പല കളറുണ്ട് കേട്ടോ. ചെടികൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്ക് വീടിൻ്റെ മുമ്പിൽ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും എത്ര വെറൈറ്റി ആയിട്ട് ചെടികളുള്ളത്. ഇത് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ വന്നത്. കുറേ നാളായി ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി മായേച്ചിൻ്റെ വീടും വീട്ടിലെ പൂന്തോട്ടവും എല്ലാം കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെടികൾ വേണ്ട. ഇതുപോലെ മുകളിലേക്ക് കുറ്റിയായിട്ടും അല്ലാതൊക്കെ ഉണ്ട്. എന്താ ഇത്? അഡീനിയം. നല്ല റെഡ് കളറും അല്ലേ? പല കളറില്ലേ? അതെ 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 അതിൻ്റെ അടിഭാഗം കണ്ടാ. ഇത് എത്ര വർഷമായിട്ടുള്ള എനിക്കൊന്നറിയാം. നിങ്ങളുടെ അടുത്തില്ലേ ചെറുത്? അതെ, അത് കുറേ നമ്മളെ വീട്ടിലുണ്ട്. കണ്ടു മോളെ, ഈ സാധനം മായച്ചിൻ്റെ അടുത്ത് ഉണ്ട് പോലും കേട്ടോ. എന്നാലും സാരമില്ല. അതെയാ? ഇതിൻ്റെ ചെറുതുണ്ട്. ഇവിടെ ഇല്ലാത്തതൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് നല്ല രസമല്ലേ? ഇവര് കൂടിന് നല്ല തണുപ്പായിരിക്കും അല്ലേ? ഓടോ, ഇപ്പൊ കിട്ടിയാലേ പ്രശോഭന്. പക്ഷെ ഇത് സൂപ്പറൊക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എടാ നോക്കണേ. ഇത് മറ്റേ കാസ്ക്ലോയാ? ഇത് വാങ്ങണം വെച്ചിരിക്കുന്നത്. നല്ല രസം. പൂ കഴിഞ്ഞാ? ഇപ്പൊ അതിന്റെ സീസൺ അല്ല പൂക്കുന്നത്. ഇത് ഫുള്ള് പൂവാവൂലേ? മായച്ചത് ഫുള്ള് നിറച്ചു പോയിരിക്കൂലേ? എന്നാ ഇതിന്റെ പേര് വിജുവാട്ടാ? പേര് ജൂലി. കൊറേ ആളെ കണ്ടിട്ടാണ്. ജൂലി. ആ പൂവും കൂടി വേണമായിരുന്നു. സൂപ്പർ. ആ കാറ്റ്സ്ക്ലോ നല്ല രസമില്ലേ? ഇതാ വേറെ കുറെ ടൈപ്പ്. ഓർക്കിഡ് അല്ലേ? ഓർക്കിഡ്. ഇത് ഫുൾ ഓർക്കിഡാ? ഇത് ഫുൾ ഓർക്കിഡ്. അതെല്ലാം ഓർക്കിഡ് കൊടുക്കുന്നുണ്ടല്ലേ? നിങ്ങൾ ഇതാക്കുന്നുണ്ടോ? വെക്കുന്നുണ്ട്. ഓക്കെ. ഇത് എന്ത് വെച്ച് ഇത് കൊടുക്കാൻ വെച്ച പോലെ ഇവര് ഇത് കൊടുക്കാൻ വെച്ചാണ്. എല്ലാം അതെ. അപ്പൊ പൂക്കള് വേണ്ടവർ ഇവിടെ വന്നാ മതി. ഇവരത് സെയിലും ഉണ്ട് കേട്ടാ. ഇതിനകത്ത് കുഞ്ഞു മുള്ളുണ്ട്. ആ നഖം പോലെ, ആ ക്ലോ പോലെ. അതെ. അതെ, മുള്ളു തറച്ചു. അതുകൊണ്ട് പാമ്പുണ്ടാവൂല അല്ലെ ഇങ്ങനെ കയറ്റിയാലും? അതെ. പക്ഷെ ഇതിന് നല്ല സുഖമായി, ചൂടുണ്ടാവൂലല്ലോ. കിളികൾ, ലവ് ബേർഡ്സ്. ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആവുന്നേ അല്ലേ? ഹിന്ദു വെച്ചിക്ക് ഒന്നും തിരിയുന്നില്ല. ഇന്നത്തെ പേരെന്നാ? ഹൊയ. കോയല്ല, കാണുന്നില്ല. ഇത് വയലറ്റ് വയറ് അല്ല, വൈൻ റെഡ് എന്നെല്ലാം പറയും. ഇങ്ങനെ വരാം അല്ലെങ്കിൽ ചെടികളെല്ലാം വളർത്താൻ വേണ്ടി എന്തായിരുന്നു ആദ്യത്തെ ഒരു? അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിലെ വീട്ടിൽ നിന്ന് ചെടിയുണ്ട്. അതെയാ? ചെടിയുണ്ട്. മണിത്തക്കാളി ഇത്രേ ഉള്ളൂ. മണിത്തക്കാളി. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചേ. തക്കാളി തിന്നേ. തക്കാളിയോട് തിന്നു. മിറാക്കിൾ ഫ്രൂട്ട് കേട്ടാ. ഇത് കുറച്ചും കൂടി വലുതാവൂലേ? തക്കാളി ചെറിയൊരു പുളിയും അനാറ് കണ്ടോ? ഇതല്ലേ അനാറ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടാ. മാറിപ്പോയി.
കുഞ്ഞ് അനാറിതാ പൂവ് കായ്ക്കുന്ന അതാ പേര് ഓർമ്മയില്ല, പേരറിയുന്നവർ കമന്റ് ചെയ്യാം കേട്ടാ. അതെ, പേരറിയുന്നവർ കമന്റ് ചെയ്യണേ. പേര് ഓർമ്മയില്ല എന്നാ പറഞ്ഞേ. ആണോ? ആ വയലറ്റാ ഇതല്ലേ? ഇതോ അസീലിയ. നമ്മള് കൊണ്ടുവന്ന ചെടി ഇതാ. ഒരാളിരുന്ന് ഫോട്ടോ എടുക്കുന്നേ. മികച്ച വനിതാ കർഷക അതിലുണ്ട്. മായേച്ചിക്ക് അവാർഡെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടാ. കൊടുത്തു. മായ ജോസഫ് വെട്ടിക്കൊമ്പ് കർഷക ദിനാഘോഷത്തിൽ മികച്ച വനിതാ കർഷക. കൊറേ ഉണ്ട് കേട്ടാ. കർഷകന്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെടിയിൽ ഇഷ്ടപ്പെട്ടാ? അടിപൊളിയല്ലേ? ഒരു മിനിറ്റ്, ബാബാജിക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? പറ. മറ്റേ ബോഗൻവില്ലയാ? ഈ മുകളിലോട്ടാ ലാസ്റ്റ് പോയതാ? പിന്നെ ഏതാ? അതിലും ബോഗൻവില്ലയല്ലേ? മറ്റേ അടീനിയാ? അടിയിൽ ഇങ്ങനെ ഭയങ്കര അടീനെ ഇഷ്ടപ്പെട്ട കേട്ടാ. പ്രശോഭന അതന്നെ. ആച്ചിനെ ഇന്ത്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ല, ഈ മുറ്റ അടക്കം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതും ഇത് ഇനി ബീനാളയമൊക്കെ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മായച്ചി. എന്നാലും എനിക്ക് ഒരു ഫേവറേറ്റ് ഉണ്ട്. ഈ സ്റ്റെപ്പാക്കി വെച്ചിരിക്കുന്നതാ അടീന അല്ലേ? ഓക്കെ ഓക്കെ. എനിക്ക് ആ കാറ്റ്സ്ലോ പട്ടിക്കൂടുന്നത് അത് പൂവും കൂടി വരുന്ന സെറ്റ് ആവുമായിരുന്നു അല്ലേ? ജുനൈദേച്ചി വന്നപ്പോ വീട്ടുകാർ തന്നെ അല്ലേ? എന്താ ചക്കയെല്ലാം എന്താ കെട്ടിട്ടെല്ലാം വെച്ചിട്ടാ ചക്ക. സത്യം, നമ്മളെ ക്ലബില് വന്നു കഴിഞ്ഞാൽ ക്ലബില്, വീട്ടില് വന്നു കഴിഞ്ഞാൽ വീട്ടില് അതന്നെ ഭക്ഷണത്തിന് മുടക്കം ഉണ്ടാവും. ഇവിടെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാല് നമ്മളിപ്പോ എന്തെങ്കിലും എൻഗേജ്ഡ് ആണെങ്കിൽ ഇവര് ചിപ്സ് ആക്കുക, പഴംപൊരി ആക്കുക, അല്ലെങ്കിൽ വേറെ ചായ ആക്കുക. നമ്മള് തിരുവാതിര നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇവരെന്തെല്ലാം തിന്നുവാ. എല്ലാരും വെള്ളം. അതെ, ദാഹിത്തില്ല, ക്ഷീണം മാറ്റില്ല. ചിയേഴ്സ്. നല്ല മധുരം വെള്ളത്തിൽ പറഞ്ഞത് ഫ്രൂട്ട് കഴിച്ചിട്ടാമോ? ഭയങ്കര മധുരം. അതാണ് ഭയങ്കര മധുരം തോന്നി കേട്ടാ. ഇപ്പൊ നമ്മള് ചക്ക പറിക്കാൻ പോകാന് മായച്ചിന്റെ കൂടെ ചക്ക പറിച്ച് ചക്കയും ചിക്കനും ആക്കാനാ പ്ലാന്. ഓക്കെ, സെറ്റ് മതി. ചക്ക പ്രശ്നമേ ഇന്ത്യക്ക് കയറുന്നതിലുണ്ട് കേട്ടാ. അടിപൊളി അടിപൊളി കൊണ്ടുപോയി ഗൈസ്. വേണ്ട ചേച്ചി ചക്കമുള്ളു നമ്മൾക്കെല്ലാം നമ്മളെ നീ കത്തിയോണ്ടല്ലേ കണ്ടിട്ടില്ല. മൂന്നെണ്ണം വേണ്ടല്ല. എവിടെ പോണേലും വിളിച്ച് കൂട്ടിക്കൊണ്ട് ചക്ക കാണുമ്പോ നേരെ മുങ്ങി. രക്ഷാർത്താവിന്റെ ഭാര്യ രക്ഷാധികാരി. അതെ, നമ്മളെ ക്ലബിലെ അത് നമ്മളെ അങ്ങോട്ട് പൊക്കൊന്നുമില്ല. ഷൈനിങ് സ്റ്റാർ, നമ്മളെ യോഗാക്കാരി. ദൈവമേ, എന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ മായച്ചിക്കൊന്നും പഠിക്കാൻ കിട്ടുന്നില്ല. ഇതൊന്നും റീൽ എടുക്കുന്നില്ല. ഇതല്ലേ കണ്ടിട്ടുണ്ട്.
ഇത് ചാച്ചൻ വരുമ്പോ ഇവിടെ ആരൊക്കെയോ ഇതുവരെ കാണാത്ത കൊറേ ആരോ കാന്താരി ഇങ്ങനെ വേണം അതന്നെ സമയം 1:45 1:30 ചക്ക പിണ്ടല്ലേ എത്ര മണിക്കാ ചക്ക കിട്ടുന്നേ 1:30 എത്ര മണിക്കാ ചക്ക അടുപ്പത്ത് വരുന്നേ എത്ര മണിക്ക് തിന്നും 3 മണി ആന്റെ സമയം എത്ര ഇങ്ങനെ അരിയണം അല്ലേ തോരൻ പോലെ വെക്കാനല്ലേ നമ്മളെ ചക്കേരിയില് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പഴംപൊരി ബിജുവേട്ടൻ വാഴയും കൊത്തി വരുന്നുണ്ട്. നമുക്ക് ചക്കയും ചിക്കനും വാഴയിലിൽ ഇട്ട് തന്നെ. ആടുന്ന് എല്ലാരും ചക്കയും ചിക്കനും വെക്കുമ്പോ നിങ്ങളെന്നാ പരിപാടി? ലൂഡോ കളിയാ? നീ എവിടെ ഓടുന്നേ? നീ എവിടെ ഓടുന്നേ? ഞാൻ നോക്കുമ്പോ കുറച്ച് സമയം കാണാത്തതേ. കളിക്ക് കളിക്ക്. മായേച്ചി വന്നു. നമ്മള് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. നീ പറഞ്ഞു വെച്ചാ ഇവിടെ ഇരുന്നിട്ട് നമ്മള് ഫുഡ് കഴിക്കാം അല്ലെ? കപ്പയും ചിക്കനും. എന്ത് വെച്ചി? ഇവിടെ ഇരുന്നിട്ട് നമ്മള് കപ്പയും ചിക്കനും കഴിക്കാം. സോറി, ചക്കയും ചിക്കനും. ഹായ് ഹായ്. ബിനീഷേട്ടനില്ലേ? പറഞ്ഞു. ചക്കയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അല്ലേ? ആ, കുറച്ച് നേരത്തെ വരണ്ടേ? നിങ്ങളോട് 5 മണി നേരം പറഞ്ഞേ? ഓ അതെയാ. നമ്മള് ഫോട്ടോ എടുക്കാം എല്ലാരും വെച്ചിട്ടേക്കുന്നേ. വാ വാ എല്ലാരും വാ, എല്ലാരും വാ. ചക്കയായി പ്രക്ഷോഭ കോരി വെക്കില്ല, അരിച്ചെടുക്ക. അരിപ്പ് വെച്ചിട്ടല്ലേ? രാജേട്ടാ എപ്പ എത്തിയത്? അതെ, പാർട്ടിക്കാരെ പോലെയുണ്ട്. നേരത്തെ പുറത്തേക്കുമ്പോ കണ്ടിട്ടില്ല, ഇപ്പം ഇങ്ങനെ മിണ്ടൂല. നടുക്കോളം അങ്ങനെ ഓരോ സഖിട്ട് അല്ലേ? പക്ഷേ അങ്ങനെ എന്താ അല്ലേ? പോകുന്നത് അറിയില്ല അല്ല. പിന്നെ ഇതെന്തുണ്ട്? സൂപ്പർ അല്ലേ? ഇത് കഴിക്കുന്നൊന്നും അറിയില്ല. പ്രശോഭ് 2 കൽപ്പിച്ചിട്ടാണേ അല്ലേ? പ്രശോഭ് 2 കൽപ്പിച്ചിട്ടാക്കുന്നത്. അതാ ഗണപതി. അത് അങ്ങോട്ട് തണ്ട. ആ മതി. ആ കറീന്റെ മുകളിലേക്ക് ചോദിച്ചാ ഓരോന്നിന്റെ പൊക്കത്തൊക്കെ ചോദിച്ചോ. അങ്ങനെ മതി. കണ്ണനും കൂടി വന്നു. മോനെ താരം വന്നു, താരം. തുടക്കം മാത്രം. ഒരു ഗ്രൂപ്പ് ഉണ്ട് കയ്യില്.
ഇത് ഗെയിമാണ് ആരാദ്യം തീർക്കുന്നേ ഓരോ കൂനി പ്രശോഭേ ഇത് വേറെ ഒരു വൈബല്ലേ, ഇത് വേറെ ഒരു വൈബല്ലേ സത്യം. എവിടെയാ എല്ലാരും പറ എവിടെയെങ്കിലും ഉണ്ടെങ്കിലല്ലോ. അവിടെ എന്താ സംഭവം? അങ്ങ് തുറന്നങ്ങ് പറയാത്തെ പാലൊക്കെ ഉണ്ടട്ടാ. നിങ്ങളതാ നമുക്ക് എടുക്കാം, സെറ്റാക്കാം. ഒന്ന് ആടി പോട്ട്. ശ്രുതി നോക്കുന്നുണ്ടോ? ഇത് പാവ ശ്രുതി. ചക്കയും അച്ചാറും അല്ലേ? ഹിന്ദു അതിന്റെ ഇടക്ക് പോയിട്ട് പെരങ്ങി. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അല്ലേ? ഹിന്ദു ചേച്ചി എന്താ ലേറ്റ് ആയി പോയേ? ആ എടുക്ക്. അല്ല ഇങ്ങ ഇവിടുന്ന് നമ്മളെല്ലാം ഒന്നിച്ചായിരിക്കുന്നേ. ഇങ്ങ വാ, കഷ്ണം ഇട്ട് കൊടുക്കുക. പ്ലേറ്റുകളിൽ നിന്ന് പ്ലേറ്റുകളിലേക്ക്, ഇലകളിൽ നിന്ന് ഇലകളിലേക്ക്. പ്രശോഭ് അവൻ എത്തി അവിടെ എത്തി. ഓനൊരു ഫുൾ റൗണ്ട് കറങ്ങും. അതാണ് വാടാ, ഒന്ന് കൂടടാ. എന്താ സാറില്ലപ്പാ, തീർന്നില്ല. മതി മതി, ഇറച്ചിയല്ലോ എത്ര കഴിച്ചു പറയാ നമ്മളെല്ലാം. എന്നാലും കേട്ടാ ഓൾമോസ്റ്റ് കാലിയായി. അത് മായേച്ചി നിങ്ങൾ മൂന്നാളും കൂടി കഴിച്ചു ചെയ്തല്ലേ.